Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കഴിഞ്ഞ രണ്ടാഴ്ചയായി മുടങ്ങിക്കിടക്കുന്ന നിലമ്പൂരിലെ ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം ഇന്ന് ഭാഗികമായി പുനരാരംഭിച്ചു. ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സമീർ പറഞ്ഞു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ചാലിയാറിലെ പമ്പ് ഹൗസിന്റെ കിണറിൽ മണ്ണും ചെളിയും നിറഞ്ഞ് മോട്ടോറുകൾ തകരാറിലായത് കാരണമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. കഴിഞ്ഞ 5 മുതലാണ് നിലമ്പൂർ കളത്തിൻകടവിലുള്ള ജല അതോറിറ്റിയുടെ പമ്പ് ഹൗസിൽ നിന്നുള്ള ശുദ്ധജല വിതരണം മുടങ്ങിയത്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകി വന്ന മണ്ണും കല്ലും ചെളിയും ചാലിയാറിലെ കളത്തിൻകടവിലുള്ള ജല അതോറിറ്റിയുടെ പമ്പ് ഹൗസിന്റെ കിണറ്റിലേക്ക് വന്നടിയുകയായിരുന്നു. ഇതോടെ പമ്പ് ഹൗസിലെ 2 മോട്ടോറുകളും തകരാറിലായി. ഇതിൽ ഒന്ന് നന്നാക്കി പുനഃസ്ഥാപിച്ചാണ് ഇന്നു മുതൽ ഭാഗികമായി ശുദ്ധജലം വിതരണം പുനരാരംഭിക്കുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സമീർ പറഞ്ഞു. ബംഗ്ലാവ് കുന്നിലുള്ള ടാങ്കിൽ ഉൾപ്പെടെ വെള്ളം ശേഖരിച്ച ശേഷം 2 ദിവസം കഴിഞ്ഞ് പമ്പിംഗ് നിർത്തിവെക്കും. പിന്നീട് 3 ദിവസങ്ങൾ കൊണ്ട് ബാക്കി പണികൾ കൂടി പൂർത്തീകരിച്ച് ശുദ്ധജല വിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്നും AE പറഞ്ഞു. നമ്മുടെ ആ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടായപ്പോൾ നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വിതരണം ചെയ്തിരുന്ന കിണർ പൂർണ്ണമായിട്ടും മണ്ണടിഞ്ഞ് തൂരുകയും എന്നാലും പമ്പിങ് കുറച്ച് ദിവസം തുടരാമെന്ന് വിചാരിച്ച് തുടർന്നപ്പോൾ 2 പമ്പ് സെറ്റും പൂർണ്ണമായും തകരാറിലായി. അങ്ങനെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള കുടിവെള്ളം പൂർണ്ണമായും 5-ാം തീയതി മുതൽ മുടങ്ങിക്കടന്നിരുന്നു. അത് 2-3 ദിവസം കൊണ്ട് നമ്മൾ പണി സെറ്റാക്കി പണിയൊക്കെ തുടങ്ങി ഒരു 10 ദിവസത്തോളം പണിയെടുത്തെങ്കിലും അത് ഒരു മോട്ടർ നന്നാക്കി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ വർക്ക്ഷോപ്പിലാണുള്ളത്. ഒരു മിതമായ രീതിയിൽ അടിക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണാർത്ഥം ഇന്ന് മുതൽ പമ്പിങ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ 10 ദിവസത്തെ ഗ്യാപ്പ് ഒഴിവാക്കി ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി 2 ദിവസം കുറച്ച് വെള്ളം കൊടുത്തിട്ട് വീണ്ടും ഒരു 3 ദിവസം നിർത്തിവെച്ച് പൂർണ്ണതോതിൽ പണി മുഴുവനാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ തുടങ്ങിയത്. അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും താൽക്കാലികമായിട്ട് പമ്പിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. 10 ദിവസങ്ങൾ കൊണ്ട് തകരാർ പരിഹരിച്ച് കഴിഞ്ഞ 15-ാം തീയതിയോടെ ശുദ്ധജല വിതരണം തുടങ്ങാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ പിന്നീട് ചെറിയ തോതിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പുഴയിൽ വെള്ളം ഉയർന്നതും ശുദ്ധജല വിതരണം വൈകാൻ കാരണമായി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നു മുതൽ വെള്ളം ലഭിക്കും. നഗരസഭാ പരിധിയിലെ 4000-ത്തോളം കുടുംബങ്ങളാണ് ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണത്തെ ആശ്രയിക്കുന്നത്. 2 ആഴ്ച തുടർച്ചയായി ജലവിതരണം മുടങ്ങിയത് ഈ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. 2018-ലെയും 2019-ലെയും പ്രളയങ്ങളെ തുടർന്ന് ഭാഗികമായി തകർന്ന കിണർ പുനർനിർമ്മിക്കാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.